ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് കൃപാസനം എന്ന് പറഞ്ഞ പള്ളിയിൽ പോയിക്കായിരുന്നു ഞങ്ങൾ ആലപ്പുഴയിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മട്ടാഞ്ചേരിക്ക് വന്നേക്കാണ്. മട്ടാഞ്ചേരിയിൽ ഒരു ഫേമസ് ഒരു കടയുണ്ട്, മട്ടൻ ബിരിയാണിയുടെ കട. ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. ടോമു കുഞ്ഞായിരുന്ന സമയത്ത് ടോമു ഒന്നും വിടില്ല, കാരണം ഒരു കൂട്ടം കാണിച്ചില്ല. ടോമ ഒന്ന് വന്നേ, ഒന്ന് ചിരിച്ച് കാണിച്ചെടുത്തേ. ടോമിൻ്റെ പല്ല് കണ്ടു, കമ്പിട്ടേക്കുന്നു. ഒന്ന് സംസാരിച്ചേ, നല്ല കേട്ടല്ലോ. ഇതാണ് ടോമിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ ടോമിന് കഴിക്കാൻ പറ്റില്ല ഗൈസ്, മട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റില്ല. ടോമ് എന്ത് ചെയ്യും? ടോമേ ഇല്ല ഗൈസ്, നമുക്ക് ടോമിന് റൈസ് കൊടുക്കാം, കുറച്ച് ഗ്രേവിയും കൊടുക്കാം എന്നൊക്കെ ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ കട പറഞ്ഞോട്. മട്ടാഞ്ചേരിയിൽ കായിക്കാൻ്റെ കട ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാണ്. സമ്മതിക്കില്ലമ്മ, പാത്രം കണ്ട അവിടെ നിൽക്കും എൻ്റെ അമ്മ. കണ്ടു ആ പാത്രത്തിന് എത്രയാണെന്നാണ്. എവിടെ എത്ര പാത്രം ഉണ്ടാവും വീട്ടില്? അപ്പച്ച ബാക്കി പറ. വളരെ പഴയ ഒരു കടയാണ് കായിക്കാൻ്റെ കട എന്ന് പറയുന്നത്. ഞങ്ങൾ പണ്ട് കഴിച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണിക്ക് ഭയങ്കര ഫേമസ് ആണ് കായിക്കാൻ്റെ കട എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഇവിടെ വന്ന് ആരോട് ചോദിച്ചാലും കായിക്കട കട അറിയും. ഗൂഗിളിൽ അറിയും. ഗൂഗിളിൽ പക്ഷെ 5-6 വഴിയുണ്ട്, നോക്കിപ്പോയില്ലെങ്കിൽ വഴി ഏറ്റവും ഞങ്ങൾക്ക് ചുറ്റിയായിരുന്നു ഒന്ന്. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷക്കാരാണല്ലോ ഏറ്റവും ബെറ്റർ. ഞങ്ങൾ ഓട്ടോക്കാരോട് വെച്ചപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്നാണ് പോകുന്നത്. കുറച്ച് ദൂരെ മാറ്റിയിട്ട് ഇച്ചിരി നടന്നു കഴിയുമ്പോൾ നമുക്കിവിടെ എത്തും. അപ്പോൾ അവിടെ എത്തിക്കണം. ഇപ്പോൾ ഗൈസ് നമ്മൾ ബന്ധപ്പെട്ട വീഡിയോ ഗൈസ്. ഇതാണ് കേട്ടോ ഗൈസ് റഹ്മത്തുൽ കഫി. അപ്പം നമ്മൾ ബിരിയാണി കഴിച്ചു ഇറങ്ങി. സോമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായി. ചിക്കൻ കഴിക്കാൻ പറ്റിയില്ല, കുറച്ച് കഴിച്ചു. ഫുഡ് കൊടുക്കാണ്ടത് മോശമായി പോകുന്നു. അത് കുറച്ച് അടിപൊളി ബിരിയാണി, നല്ല മട്ടൻ ബിരിയാണി, സെറ്റ് ബിരിയാണി ആയിരുന്നു അല്ലേ? അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? സൂപ്പർ. മട്ടൻ കള്ളത്തരമായമില്ലാത്ത മട്ടൻ പാടാ. ടോമിനെ വിളിച്ചോട്ടല്ലേ, ടോമിനോട് തിരിച്ചോ. പിന്നെ നമുക്ക് നമ്മുടെ കാറ് കണ്ടുപിടിക്കണം. നമ്മൾ നീക്കിയിട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി, കുറച്ചധികം നടക്കാനുണ്ട്. ഇനിയിപ്പോൾ തിന്നത് ദഹിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചേരം നടക്കാമല്ലേ? അപ്പച്ചേ തിന്നത് ദഹിക്കാൻ വേണ്ടി നടക്കാമല്ലേ? കുറച്ച് നടപ്പുണ്ട്, കുറച്ച് നടക്കാനോ? നമുക്ക് ഇച്ചിരി കൂടിപ്പോയി, ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, ഇച്ചിരി കൂടിപ്പോയി. ഇച്ചിരി നടക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ കാറ് കണ്ടുപിടിച്ച് നമ്മൾ കഴിച്ചതാണ്. കഴിച്ചത് കാറാ? കാറല്ല. ഓ, ആടുന്നപ്പെട്ട് കഴിച്ചു ഇവിടെ കുറേ. അയ്യേ, അതേ ഇത് കൂതറയാണ്. ഹലോ ഗൈസ്, നമ്മളപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് കൂനംകുരിശ് എന്ന് പറയുന്ന പള്ളിയിൽ വന്നേക്കാം. അങ്ങനെ താല്പര്യമില്ല വീടിന് കോട്ടെ. ഇവിടെ കൂനംകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കാം. ഓക്കെ, അവിടെ പോയിട്ടാണ്. ഇതാണ് ആ പള്ളി കുരിശ്. കുരിശിനോട് ചേർന്നുള്ള പേളയാണ്. ഞങ്ങൾ ജ്യൂസ് സിനഗോഗിൻ്റെ അവിടെ വന്നേക്കണം. അപ്പോൾ സ്ട്രീറ്റില്ലേ, ജ്യൂസ് സ്ട്രീറ്റിൽ നമുക്ക് ഇറങ്ങി നടക്കും. ഇവിടെ നിന്ന് തുടങ്ങി കണ്ടു. ഇവിടെ നിന്ന് നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ഇത്രയുണ്ട് ഗൈസ്, ഭയങ്കര നീളമാണ്. നടന്ന് ഇനിയിപ്പോൾ സിനഗോഗിലേക്ക് പോകുന്നു ഗൈസ്. സിനഗോഗിലേക്കാണ് പോകുന്നത്. കുറേ കടകളൊക്കെ ഉണ്ട്, പക്ഷേ ഗൈസ് നമ്മൾ കൈ തൊട്ടാൽ അതിന് ഒടുക്കത്തെ റേറ്റാണ്.
ഞാൻ പിടിക്കുന്നതൊക്കെ ഭയങ്കര റേറ്റാണ്, അതുകൊണ്ട് ഞാനൊന്നും പിടിക്കാറില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ടോമിൻ്റെ ഒരു ചളിയാണ് അതേത്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ കുറേ ബാഗുകളൊക്കെ ഉണ്ടപ്പച്ചി, കുറേ ബാഗൊക്കെ ഉണ്ടപ്പച്ചി. നോക്കിയപ്പോൾ കുളമ്പ എന്താട്ടാ മോന്തപ്പിളിങ്ങിരിക്കണേ എന്താട്ടോ? ഒരു കുഞ്ഞ് സ്റ്റോളിൻ്റെ കാശൊക്കെ കിട്ടുന്നത്. ആ ഒരു കുഞ്ഞ് സ്റ്റോളിന് ചെറിയ ഷോളില്ലേ, അതിന് 1500 രൂപ. അമ്മ ചുമ്മാ വെച്ചതാ. ടോമ 150 രൂപ. 1500 അമ്മ ചേട്ടാ പറഞ്ഞത് വെച്ച്. ഞങ്ങൾ അവിടെ കയറി ജ്യൂസ് സിനഗോഗിൽ കയറി കറമ്പോ. ടോമ് ഞാൻ ഈ കഥയൊക്കെ പോയി കണ്ടിട്ട് വരാം. എൻട്രി ഫീസ് വെറും എത്ര രൂപയായിരുന്നു എൻട്രി ഫീസ്? ആകെ 10 രൂപ ഒരാൾക്ക്. 5 വയസ്സിന് താഴെയാണെങ്കിൽ ഫീസില്ല. പറയട്ടെ, ഇത് സിനഗോഗിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ഇത് ടൈല് മുഴുവൻ പച്ചിലച്ചാറ് വെച്ചല്ലേ, പച്ചിലച്ചാറ് വെച്ച് വരച്ചതാണ് പണ്ട്. എത്ര വർഷം വേണം? എത്ര വർഷം മുന്നാണ്? 1568 ഇത് വരച്ചത്. ഇതൊരു പടവും സെയിം അല്ല, എല്ലാത്തിലും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്. എല്ലാം ഡിഫറൻസ് ഉണ്ട്. ഒരെണ്ണം പോലും ഒരേപോലത്തെ ഇല്ലെന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ട്, കാരണം ഓരോന്നും സെപ്പറേറ്റ്ലി വരച്ചതാണ്. ഇതാണ് സിനഗോഗിൻ്റെ ഉള്ളിൽ. അമ്മ അറിഞ്ഞോ? അച്ഛി ഇത്ര നാളമ്മ എനിക്കെത്തുന്നതാണ് ഇതൊന്നാണ്. ഇത് പ്രയറിൻ്റെ ടൈമിൽ അവരുടെ മെയിൻ ആള് റബ്ബ എന്ന് പറഞ്ഞ ആള് പ്രയർ എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ നേരെ നിന്നോട് അങ്ങോട്ട് നോക്കിയിട്ട് പ്രയർ എത്തിക്കുന്ന സ്ഥലമുണ്ട്. അതാണ് അവരെ അത് ഇസ്രായേലിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നതാണ് അവരെ മെയിനായിട്ട് നിൽക്കുന്നത്. എല്ലാം കേട്ടോന്ന് എനിക്കറിയാൻ പാടില്ല. തേബ എന്നാണ് പറയുന്നതെന്നാണ് എൻ്റെ അമ്മയുടെ ഒരു നിഗമനം. കാരണം എൻ്റെ അമ്മ പണ്ട് മുസ്ലിംസിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ അതെന്ന് പറയുന്നത് ഇസ്രായേലിനോട് ഫേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നിഗമനം. അങ്ങനെയാണ് ഒരു വിശ്വാസം. ഇവിടെ നിന്നാണ് പുരോഹിതൻ പ്രാർത്ഥന എത്തിക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞുന്ന, അതായത് ഇതിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥന എത്തിക്കും. അങ്ങനെയാണ്. ഇത് വല്ലതും കേട്ടോ എന്നുള്ളത് വിരിച്ചെന്ന് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഗൈസ് ഇത് കണ്ടു, ഇത് മുഴുവൻ ചില്ലാണ് ഗൈസ്, മുഴുവൻ ഗ്ലാസ്സാണ്. ലൈറ്റ് മുഴുവൻ ഗ്ലാസ്സാണ്. കണ്ടു ഗൈസ്, മുഴുവൻ ഗ്ലാസ്സാണ്. ഇവിടെ പുരുഷന്മാർക്ക് മാത്രം നിൽക്കാൻ പാടുള്ളൂ. ആൻഡ് ഇതിൻ്റെ മുകളിലാണ് സ്ത്രീകൾ നിന്നിരുന്നത്. അതായത് ഈ വഴിയും കയറുക, ഈ വഴിയും അവർക്ക് കയറാൻ പാടില്ല. ചില വിശിഷ്ട സമയങ്ങളിൽ മാത്രം അവർ. ഇവിടെ കണ്ടു. ആ ഗൈസ് ഇവിടെ ഫോട്ടോ എടുക്കാം ഗൈസ്. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ പാലസിലെത്തി ഗൈസ്. പക്ഷേ കൊടി എടുത്തില്ല, കൊട കാറിലാണ്. മഴ പെയ്ത് നമ്മൾ പെടും. ഇത് ഇതാണിതോ കണ്ടോ, ക്ലോക്ക് പോലെ നിങ്ങൾ കണ്ടു. ആ സംഭവത്തിലാണ് നമ്മൾ നേരത്തെ കയറിയത്. സിനഗോഗ് ഇത് തൊട്ടപ്പുറത്തുള്ള പണ്ട് അതായത് ജൂതന്മാർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊട്ടാരത്തിലെ രാജാവിന് കിരീടം കൊടുത്തിട്ട്, കിരീടമല്ല കൊടുത്തത് കിരീടം കൊടുത്തിട്ട് തൊട്ടടുത്തൊരു സിനഗോഗ് പണിതോട്ടെ എന്നുള്ള അനുവാദം ചോദിച്ചതാണ്. അതാണ് തൊട്ടപ്പുറത്ത് സിനഗോഗാവാൻ കാരണം. ഇവിടെ അമ്പലമുണ്ട്, ക്ഷേത്രം, പിന്നെ പാലസും ഉണ്ടാവാൻ കാരണം അതാണ്. നമ്മൾ കറക്റ്റ് കുറേ പടിയുണ്ട്. ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കറങ്ങി വന്നു. നമ്മളിവിടെ എവിടെയൊരു സ്ഥലം ഇടവനക്കട ബെസ്റ്റ് ബേക്കറി കയറിയാണ്. പാലസിൽ കയറിയതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും മെലോട്ടല്ലായിരുന്നു, അതെടുക്കാൻ പറ്റിയില്ല. ഞാൻ ഷേക്ക് പറഞ്ഞിട്ടുണ്ട്, ടോമു പിസ്ത പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചോക്ലേറ്റ് കൊണ്ട് പിന്നെ മാറ്റുന്നില്ല. പിന്നെ അപ്പം നമ്മൾ കോഫി പറഞ്ഞിട്ട്
പിസ്താ ഷേക്ക് കുടിച്ചു. ഞാൻ ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചു. ഫോട്ടോ ഉണ്ടാവുമല്ലോ. നോക്കിയടാ Đây, പത്തുടിച്ചാ nó xỉ. Rồi nó có ngoài cơ mà. പല്ലിൻ്റെ ഇടയിൽ കയറണോണ്ട് കഴിക്കാൻ പറ്റില്ല ഗൈസ്. ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. പറ വൈഡപ്പി. Nó nói cái ആ ഗൈസ് സ്റ്റോവിൽ പല്ലോട് കൊല്ലത്തോണ്ട് ഞാൻ തന്നെ കൂടെ. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയോട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.